ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഒരു ടോപ്പിക്, അതായത് മിറർ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോ ഇതില് നിങ്ങൾക്ക് കാണാമല്ലോ, ഇതൊരു കോൺകേവ് ആയിട്ടുള്ളൊരു മിററാണ്, കോൺകേവ് മിററാണ്. അപ്പൊ ഞാനിവിടെ ഒരു ഒബ്ജക്റ്റിനെ വെച്ചിട്ടുണ്ട്, ഒരു ഒബ്ജക്റ്റ് എന്താ, ഈ ഒ ബി എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഈ ഒരു ഒ ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് വെച്ചപ്പം ഈ ഒ ബിയുടെ ഇമേജ് ആണ് എനിക്ക് ഇവിടെ ഐ എം എന്ന് പറഞ്ഞ് കിട്ടിയേക്കുന്നത് കേട്ടോ. ഒ ബി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിന് വെച്ചിട്ടുണ്ട്, അതിന്റെ ഇമേജ് ആണ് ഐ എം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതിൽ നിന്ന് രണ്ട് റേസ് മാർക്ക് ചെയ്യണം. അപ്പൊ ഒരു റേ ഇതുവഴി വന്നു, പോളിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് ഇങ്ങോട്ട് പോയി. ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു റേ അത് പിയിൽ തട്ടി ഇങ്ങോട്ട് പോയി. അടുത്ത റേ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ പാസ് ചെയ്തു. നിങ്ങൾക്ക് കാര്യം അറിയാലോ, സെന്റർ ഓഫ് കർവേച്ചറിലൂടെ ഒരു റേ പാസ് ചെയ്യുകയാണെങ്കിൽ അത് ആ പാത്ത് തന്നെ എന്ത് ചെയ്യും, റീട്രേസ് ചെയ്യും. അപ്പോ ഇൻ എഫക്ട് ഈ ഒ ബി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജ് നമുക്ക് എവിടെ വന്നു, ഐ എമ്മിൽ വന്നു. അപ്പൊ ഒ ബി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജ് നമുക്ക് എവിടെ വന്നു, ഐ എമ്മിൽ വന്നു. ഓക്കെ, ഇനി ഒ ബി ഒബ്ജക്റ്റിന്റെ പൊക്കം, ഐ എം ഇമേജിന്റെ പൊക്കം. സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, സെന്റർ ഓഫ് കർവേച്ചർ, എഫ് ഫോക്കസ്, പിന്നെ പി എന്ന് പറയുന്ന പോള്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ. അപ്പൊ നമുക്കിവിടെ വേണ്ട എന്താന്ന് വെച്ചാല് ഒബ്ജക്ട് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും. ഒബ്ജക്ട് ഡിസ്റ്റൻസ് യു ആണ്, ഇമേജ് ഡിസ്റ്റൻസ് വി ആണ്, ഫോക്കൽ ലെങ്ത് എഫ് ആണ്. ഇവര് മൂന്ന് പേരും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് അങ്ങോട്ട് എടുക്കും. ഇതുണ്ടോ, ആദ്യത്തെ ട്രയാങ്കിൾ കണ്ടോ, പി ഒ ബി. നിങ്ങൾ തന്നെ നോക്കുക കേട്ടോ, പി ഒ ബി ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇനി അടുത്ത ട്രയാങ്കിൾ എന്ന് പറയുന്നത് പി ഐ എം, അതും എന്താങ്കിളാ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണ്. നമ്മൾ അതിന്റെ സിമിലാരിറ്റി ഒന്നും പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഈ രണ്ട് ട്രയാങ്കിൾസും എന്താണ്, സിമിലർ ആണ്. അപ്പൊ സിമിലർ ട്രയാങ്കിളുകളുടെ കറസ്പോണ്ടിങ് സൈഡുകളുടെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. കണ്ടോ, സിമിലർ ട്രയാങ്കിൾസിന്റെ കറസ്പോണ്ടിങ് സൈഡുകളുടെ റേഷ്യോ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോ കറസ്പോണ്ടിങ് സൈഡുകൾ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ആദ്യം എടുത്തേക്കുന്ന ഒ ബി ആണ്. അപ്പൊ ഒ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാം, ഒ ബി എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഹൈറ്റ് ആണ്. അപ്പൊ ഒ ബി എടുത്താൽ നമ്മൾ ഇപ്പുറത്തെ പി ഐ എം എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ഇമേജ് ഹൈറ്റ് എടുക്കണം. കണ്ടോ, അപ്പൊ ഒ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്ത് ആരെടുക്കണം, ഐ എം. അപ്പൊ ഒബ്ജക്ട് ഹൈറ്റ് ബൈ ഇമേജ് ഹൈറ്റ് ഇസ് ഈക്വൽ ടു പി ഒ. പി ഒ എന്ന് പറഞ്ഞാൽ പോൾ തുടങ്ങിയാണ് എല്ലാ അളവും എടുക്കുന്നത്. പോൾ തുടങ്ങി ഒബ്ജക്ട് വരെയുള്ള ദൂരത്തിനെയാണ് ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ പി ഒ, അപ്പൊ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആയി. അപ്പൊ ഒബ്ജക്ട് ഡിസ്റ്റൻസ് എടുത്താൽ നമ്മൾ എന്തെടുക്കണം, ഇമേജ് ഡിസ്റ്റൻസ് കൊടുക്കണം, പി. അങ്ങനെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുക, ആ ട്രയാങ്കിൾസിൽ ഒബ്ജക്റ്റിന്റെ പൊക്കം ബൈ ഇമേജിന്റെ പൊക്കം ഇസ് ഈക്വൽ ടു ഒബ്ജക്റ്റിന്റെ ദൂരം ബൈ ഇമേജിന്റെ ദൂരം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ കിട്ടി. അടുത്ത നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വീണ്ടും അടുത്ത രണ്ട് ട്രയാങ്കിൾസ് എടുക്കും. കണ്ടോ, ഏതൊക്കെ ട്രയാങ്കിൾസാ, സി ഒ ബിയും സി ഐ എമ്മും. സി ഒ ബി എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ, സെന്റർ ഓഫ് കർവേച്ചർ തുടങ്ങിയ ഒബ്ജക്റ്റ് വരെയുള്ള ദൂരമാണ് സി ഒ ബി. ഓക്കെ, സി ഐ എം എന്ന് പറയുന്നത് ഇമേജ് തുടങ്ങി സെന്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ദൂരമാണ് എന്ത്, സി ഐ എന്ന് പറയുന്നത്. സി ഒ എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് കർവേച്ചർ തുടങ്ങിയ ഒബ്ജക്റ്റ് വരെയുള്ള ദൂരം, സി ഐ എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് കർവേച്ചർ തുടങ്ങി ഇമേജ് വരെയുള്ള ദൂരം. അപ്പൊ നിങ്ങൾ അങ്ങനെ രണ്ട് ട്രയാങ്കിൾസ് ചൂസ് ചെയ്യുന്ന ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, എന്നിട്ട് കറസ്പോണ്ടിങ് സൈഡുകളുടെ റേഷ്യോ എടുക്കുക. അപ്പം നമ്മൾ ആദ്യം എടുക്കുന്നത് നമ്മുടെ ഫസ്റ്റ് കേസിൽ എടുത്ത പോലെ തന്നെ എടുക്കണം. ഏതാണ്, ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഒ ബി, ഒബ്ജക്ട് ഡിസ്റ്റൻസ് അല്ല, ഒബ്ജക്ട് ഹൈറ്റ് ഒ ബി ബൈ ഇമേജ് ഹൈറ്റ് ഐ എം ഇസ് ഈക്വൽ ടു. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ ദൂരങ്ങൾ എടുക്കണം. എന്താണ്, സെന്റർ ഓഫ് കർവേച്ചർ തുടങ്ങിയ ഒബ്ജക്റ്റ് വരെയുള്ള ദൂരം സി ഒ, സെന്റർ ഓഫ് കർവേച്ചർ തുടങ്ങിയ ഇമേജ് വരെയുള്ള ദൂരം സി ഐ. അപ്പൊ നിങ്ങൾക്ക് രണ്ട് ഇക്വേഷൻസ് ആയല്ലോ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ രണ്ട് ഇക്വേഷൻസിന്റെ എൽ എച്ച് എസ് സെയിം അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഇക്വേറ്റ് ചെയ്യാം, ആർ എച്ച് എസുകൾ ഇക്വേറ്റ് ചെയ്യും. അപ്പൊ ആർ എച്ച് എസുകൾ എന്ന് പറയുന്നത് എന്ത്, പി ഒ ബൈ പി എ ഇസ് ഈക്വൽ ടു എന്താ, സി ഒ ബൈ സി എ. പി ഒ ബൈ പി എ ഇസ് ഈക്വൽ ടു എന്ത് വരും, സി ഒ ബൈ സി എ. അപ്പൊ ഇവിടെ എന്താണ് പി ഒ, പി തുടങ്ങി ഓ വരെ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ ദൂരമാണ്. അപ്പൊ പി ഒക്ക് വരെ നമ്മൾ എന്തിട്ട് കൊടുത്തു, യു. പി ഐ എന്ന് പറയുന്നത് എന്താ, പോൾ തുടങ്ങി ഇമേജ് വരെയുള്ള ദൂരം, അത് ബി ആണ്. അപ്പൊ ഒബ്ജക്റ്റ് ദൂരം യുവും ഇമേജ് ഡിസ്റ്റൻസ് വിയും ആണ്. അപ്പൊ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം, യു ബൈ വി ഇസ് ഈക്വൽ ടു
അടുത്ത നമുക്ക് സിഒ വേണം. സിഒ എങ്ങനെ എടുക്കും? സിഒ ചിന്തിച്ചു നോക്കണേ. സിഒ എങ്ങനെ എടുക്കും നോക്കാം. ഞാനൊരു വഴി പറഞ്ഞുതരാം. സിഒ ആണ് നമുക്ക് വേണ്ടത്. ഈ പോൾ തുടങ്ങിയ ഒബ്ജക്റ്റ് വരെയുള്ള ദൂരം എത്ര? പോൾ തുടങ്ങിയ ഒബ്ജക്റ്റ് വരെയുള്ള ദൂരം അത് യു ആണ് കണ്ടോ. ഇനി അതുപോലെ തന്നെ പോൾ തുടങ്ങി സെന്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ദൂരം എത്രയാണ്? അതാണല്ലോ ആർ എന്ന് പറയുന്നത് അല്ലെ. പോൾ തുടങ്ങി സെന്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ദൂരമാണല്ലോ ആറ്. അപ്പൊ നിങ്ങൾക്ക് സിഒ എങ്ങനെ കണ്ടുപിടിച്ചെടുക്കാം? യു മൈനസ് ആർ അല്ലെങ്കിൽ പിഒ മൈനസ് പി സി. പിഒ മൈനസ് പി സി. അപ്പോ നമുക്ക് സിഒ കണ്ടുപിടിച്ചെടുക്കാനുള്ള ഒരു ഫോർമുലയാണ് പിഒ മൈനസ് പി സി അല്ലെങ്കിൽ യു മൈനസ് ആർ. സിമിലർലി സി ഐ കണ്ടുപിടിച്ചെടുക്കാം. സി ഐ എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് കർവേച്ചർ തുടങ്ങി പോൾ വരെയുള്ള ദൂരം എത്ര? 6. സെന്റർ ഓഫ് കർവേച്ചർ തുടങ്ങി പോൾ വരെയുള്ള ദൂരമാണ് 6. ഇനി സെന്റർ ഓഫ് കർവേച്ചർ തുടങ്ങി ഇമേജ് വരെയുള്ള ദൂരം എത്രയാണ്? സെന്റർ ഓഫ് കർവേച്ചർ തുടങ്ങി പോൾ വരെയുള്ള ദൂരമാണ് 6. സെന്റർ ഓഫ് ഐ തുടങ്ങി പി വരെയുള്ള ദൂരമാണ് വി. അപ്പം ആർ മൈനസ് വി, അതായത് സി പി മൈനസ് ഐ പി, അതാണ് എന്ന് പറയുന്നത് സി ഐ. സി ഐ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആർ മൈനസ് ബി, അതാണ് സി ഐ. അപ്പൊ നമ്മൾ അത് അങ്ങോട്ട് എഴുതി ആർ മൈനസ് ബി. അത് രണ്ടിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. എന്നിട്ട് ഈക്വേഷൻ ക്രോസ് മൾട്ടിപ്ലൈ, രണ്ട് സൈഡിലോട്ടും ക്രോസ് മൾട്ടിപ്ലൈ. ക്രോസ് മൾട്ടിപ്ലൈ നിങ്ങൾക്ക് എന്ത് കിട്ടി? യു ഇൻറ്റു ആർ മൈനസ് ബി ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു യു മൈനസ് ആർ. ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. ആർ യു മൈനസ് ആർ വി, സോറി, ആർ യു മൈനസ് യു വി ഇസ് ഈക്വൽ ടു വി യു മൈനസ് ആർ വി. ഓക്കെ, നിങ്ങൾ ഇതിനെ ഈ സൈഡിലോട്ട് കൊണ്ടുപോവാം. ഓക്കെ, എല്ലാത്തിനും ഈ സൈഡിലോട്ട് കൊണ്ടുപോകാം. അപ്പൊ എന്തൊരു ആർ യു മൈനസ് 2uv പ്ലസ് ആർ വി ഇസിക്കൽ എന്ന് പറഞ്ഞു കിട്ടും. ഇനി നമ്മൾ ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് ആർ യു വി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആർ യു വി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആർ യു വി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നേരത്തെ എന്ത് പറ്റും? ഞാൻ ഇവിടെ എഴുതി വെക്കാം. ആർ യു വി ഇവിടെ, അതുപോലെ തന്നെ ആർ യു വി ഇവിടെ, അതുപോലെ തന്നെ ആർ യു വി. അപ്പൊ ഇവിടെ ആർ യു ക്യാൻസൽ ആയി പോകും, യു വി ക്യാൻസൽ ആയി പോകും, അതുപോലെ തന്നെ ആർ വി ഇവിടെയും ക്യാൻസൽ ചെയ്തു. അപ്പൊ പിന്നെ മിച്ചം കിട്ടുന്നത് എന്താ? 1/v മൈനസ് 2/r പ്ലസ് 1/u ഇസിക്കൽ 0 എന്നാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കാർട്ടീഷ്യൻ സിസ്റ്റം അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. നോക്ക്, ഇതാണ് പോള്. പോളിൽ നിന്ന് നമ്മൾ എല്ലാ അളവ് എടുക്കുന്നത്, നിങ്ങളിപ്പോ നമ്മുടെ ഒബ്ജക്റ്റീവ് ഇമേജ് ഒക്കെ ലെഫ്റ്റിലാണ്. പോളിൽ നിന്ന് റൈറ്റിലോട്ട് അളക്കുന്ന എല്ലാം പോസിറ്റീവ്. ഇതിനാണ് നമ്മൾ കാർട്ടീഷ്യൻ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് അളക്കുന്ന എല്ലാ ദൂരവും പ്ലസ് ആണ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളക്കുന്ന ദൂരം എല്ലാം എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോ നമുക്കിവിടെ ഒബ്ജക്റ്റ് ആണെങ്കിലും ഇമേജ് ആണെങ്കിലും, അതായത് യു ആണെങ്കിലും വി ആണെങ്കിലും ഒക്കെ ലെഫ്റ്റിലാണ്. അപ്പൊ അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ട് കൊടുക്കണം? മൈനസ് ഇട്ട് കൊടുക്കണം. റേഡിയസ് കർവേച്ചറും ലെഫ്റ്റിലാണ്. അപ്പൊ അത് എന്തിട്ട് കൊടുക്കാം? മൈനസ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ മൈനസിന്റെ അതിൽ ഇട്ട് കൊടുക്കുവാണെങ്കിൽ എന്ത് കിട്ടും നിങ്ങൾക്ക്? ബിയുടെ മൈനസ് ആണ്. സോ 1/- v മൈനസ് 2/- r മൈനസ് മൈനസ് പ്ലസ് ആവും. മൈനസ് പ്ലസ് 1/- u എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസ് വരും. അപ്പൊ ഇതിനെല്ലാം നിങ്ങൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ആർ പോസിറ്റീവ് ഉള്ള ഒരു സൈഡിലും നെഗറ്റീവ് ഉള്ള വേറെ സൈഡിലോട്ടും കൊണ്ടുവരാം. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷനിലോട്ട് വരും. ഈ ഇക്വേഷനിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ റേഡിയസ് എന്ന് പറയുന്നില്ല, റേഡിയസ് ഓഫ് കർവേച്ചർ, അത് ഫോക്കൽ ലെങ്തിന്റെ ഡബിൾ ആണ്. ഇതൊരു ഫോർമുലയാണ്, നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഫോക്കൽ ലെങ്തിന്റെ ഡബിൾ എടുത്താൽ എപ്പോഴും റേഡിയസ് ഓഫ് കർവേച്ചർ കിട്ടും. അപ്പൊ റേഡിയസ് കർവേച്ചറിന് അവിടെ എന്തിട്ട് കൊടുക്കുക? 2f. റേഡിയസ് കർവേച്ചറിന് അവിടെ 2f ഇട്ട് കൊടുക്കുക. അപ്പൊ മുകളിലത്തെ 2 ക്യാൻസൽ ആയി പോകത്തില്ലേ? അങ്ങനെ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ വരും. 1/u പ്ലസ് 1/u ഇസിക്കൽ എന്താ പറഞ്ഞു കിട്ടും? 1/f. ഈ ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മിറർ ഇക്വേഷൻ എന്ന് പറയും. ഇത് രണ്ട് മിററുകളിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏതൊക്കെയാ? കോൺവെക്സിൽ ഉപയോഗിക്കാം, കോൺകേവിൽ ഉപയോഗിക്കാം. ഓർക്കുക, കോൺകേവ് ലെൻസ് ആകുമ്പോൾ ഫോക്കൽ ലെങ്ത്, കോൺകേവ് ലെൻസ് ആകുമ്പോൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. കോൺകേവ് ലെൻസ് ആകുന്നത് ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. കോൺവെക്സ് ലെൻസ് ആകുന്നത് ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കോൺകേവ് ലെൻസ് ആകുന്നത് ഫോക്കൽ ലെങ്ത് നെഗറ്റീവും, കോൺവെക്സ് ലെൻസ് ആകുന്നത് ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾക്ക് ഈ ഇതിനെ പറ്റി പറയാനുള്ളത്. നമുക്ക് നമ്മുടെ മിറർ ഇക്വേഷനെ പറ്റി പറയാനുള്ളത്. അപ്പൊ ഇതില് നമുക്ക് വേറെ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ നിങ്ങളുടെ ജസ്റ്റ് പറയാം. അതായത് നമുക്ക് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. മാഗ്നിഫിക്കേഷൻ
അപ്പൊ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. അത് ഇമേജിന്റെ പൊക്കത്തിനെ ഒബ്ജക്റ്റിന്റെ പൊക്കം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നിഫിക്കേഷൻ. അപ്പം ഈ മാഗ്നിഫിക്കേഷൻ ഞാൻ ഇവിടെ എഴുതാം. ഹൈറ്റ് ഓഫ് ആരാണ്? ഇമേജ് ബൈ എന്താണ്? ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി മാഗ്നിഫിക്കേഷൻസ് വേണമെങ്കിൽ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവോ ആകാം നെഗറ്റീവോ ആകാം. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്: ഇമേജ് ഈസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്. അപ്പൊ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഇമേജ് എന്താണ്? വെർച്വലും ആണ്, അതുപോലെ തന്നെ എന്താണ്? ഇറക്റ്റും ആണ്. പക്ഷെ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിലോ ഇമേജ് എന്താണെന്നാണ് അതിന്റെ അർത്ഥം? ഇമേജ് ഈസ് ഇൻവെർട്ടഡ്. ഇമേജ് എന്താണെന്നാണ്? ഇൻവെർട്ടഡ് ആണ്. പക്ഷെ ഇമേജ് എന്താണ്? റിയൽ ആണ്. മാഗ്നിഫിക്കേഷന്റെ ഒരു ഫോർമുല ഓർത്ത് വെച്ചേക്കണം. അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ ഇമേജിന്റെ നേച്ചർ കണ്ടുപിടിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ ഓർത്തിരുന്നോണം. അതുപോലെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് മാഗ്നിഫിക്കേഷന്റെ വേറൊരു ഫോർമുലയാണ് -v/u. ഇതൊക്കെ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരുന്നതാണ്, ഓർത്ത് വെച്ചോളണം. അതുപോലെ തന്നെ വേറൊരു ഫോർമുലയാണ് f/f-u. എഫ് എന്താ നിങ്ങൾക്ക് അറിയാമല്ലോ, ഫോക്കൽ ലെങ്ത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വിയുടെ ടേംസിൽ ഇത് എഴുതാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമുല ഇതാണ്: f-v/f. ഇതെല്ലാം എന്തിന്റെ ഫോർമുലാസ് ആണ്? മാഗ്നിഫിക്കേഷന്റെ ഫോർമുലാസ് ആണ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഈ ഡെറിവേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഒരു സെഷനും കൂടെ ഞാൻ ഇടുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ സെഷൻ നിങ്ങളൊന്ന് കണ്ട ആദ്യം ഡെറിവേഷൻസ് ഒക്കെ ഒന്ന് പഠിക്കുക.